നമസ്തേ. യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ വളരെയധികം ഒരു മാനസികമായ ഒരു നിരാശയിലേക്കോ അല്ലെങ്കിൽ ഒരു നഷ്ടബോധത്തിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിച്ച് നിർത്തിയിരിക്കുന്നു. കാരണം നിങ്ങളുമായിട്ടുണ്ടായ ഓരോ കോൺഫ്ലിക്റ്റുകളെക്കുറിച്ചും അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നു. നിങ്ങൾ അവർക്ക് അത്രയും പ്രഷ്യസ് ആയിരുന്നു, നിങ്ങളവരെ എത്രത്തോളം വാല്യൂ കൽപ്പിച്ചിരുന്നു എന്നെല്ലാം അവർ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു. അവർ ഈ ഒരു ബന്ധത്തെ ഒരു അൺഹെൽത്തി അല്ലെങ്കിൽ ഒരു ടോക്സിക് എനർജിയാക്കി തീർത്തു എന്ന കുറ്റബോധം അവരെ വളരെയധികം മാനസിക പിരിമുറുക്കത്തിലേക്കും നിരാശയിലേക്കുമാണ് കൊണ്ടുചെന്ന് ഇപ്പം എത്തിച്ച് നിർത്തിയിരിക്കുന്നത്. ഇപ്പം നിങ്ങളത് തമ്മിൽ ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം നിൽക്കുന്നത്. ഒരാൾ ചിലപ്പോൾ കുറച്ച് ദൂരേക്കെങ്ങാനും പോയ ഒരു എനർജി, ഒരു എന്താ പറയുക, ഒരു ഫോറിൻ എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ അവർ വെയിറ്റിംഗ് ചെയ്യുന്നു. നിങ്ങളുടെ തിരിച്ചു വരവിന് വേണ്ടി അവർ കാത്തിരിക്കുന്നു, ശരിക്കും പ്രെയർ ചെയ്യുന്നു. മാത്രവുമല്ല അവരുടെ സോൾ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അവർ ചിന്തിക്കേണ്ടി വരുന്നു നിങ്ങളെക്കുറിച്ചെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളിൽ ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഫോക്കസ്ഡ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ ആദ്യത്തെ എനർജി പറഞ്ഞ പോലെ ഒരു എയർ ട്രാവലിംഗ് എനർജി ഈ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. നിങ്ങളിലേക്കൊരു മൂവ്മെൻറ്റ്സ്, അവരിൽ നിന്ന് ഒരു ആക്ഷൻ എടുക്കും. കുറച്ച് സ്ട്രഗിളിങ് ചെയ്യേണ്ടി വരാം, എന്നാലും അവരതിന് തയ്യാറാകുന്ന ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ അവർ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ. എന്താണെങ്കിലും ഇതിനകത്ത് വലിയ ശക്തമാവുന്നൊരു ചീറ്റിംഗ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ചീറ്റിങ്ങിൻ്റെ പെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ശക്തമായിട്ടും അനുഭവിച്ച് തീർത്തിരിക്കുന്ന ഒരു എൻഡിങ്ങിൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ അനുഭവിച്ച പെയിൻ എനർജി ഒരു എൻഡ് ആകുന്ന സിറ്റുവേഷൻസിലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലേക്ക് ഇപ്പോൾ കണക്റ്റഡ് ആകുന്ന രണ്ട് കാര്യങ്ങളുടെ ഒന്നിൻ്റെ സ്റ്റാർട്ടിങ്ങും ഒന്നിൻ്റെ എൻഡിങ്ങും എന്ന എനർജിയിൽ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഒരു കൺഫ്യൂഷനായിരുന്നു, ഒരു സ്റ്റക്ക് എനർജി ആയിരുന്നു. ഒന്നെങ്കിൽ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് മറ്റൊരു സിറ്റുവേഷൻസ്, ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി എന്ന് പറയുന്നത് പോലെ മറ്റൊരു സാഹചര്യം കൂടി നിങ്ങളെ കൂടാതെ തന്നെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്നോ അല്ലെങ്കിൽ ഒരു കരിയർ പരമാകുന്ന തേർഡ് സിറ്റുവേഷൻസ് എന്നോ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. മറ്റൊരു സാഹചര്യം കൂടി ആ ഒരു വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതായിട്ട് ഈ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്തുണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. മാത്രവുമല്ല ഈ ഒരു ബന്ധത്തെ ആ ഒരു പേഴ്സൺ ഒരു അഡിക്ഷൻ എനർജിയിൽ, ഒരു കാര്യസാധ്യ എന്നൊരു എനർജിയിലാക്കി തീർത്തിരുന്നു. നിങ്ങളൊന്നെങ്കിൽ ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് ഒരു പവർ ലോസ് സംഭവിച്ചു പോയിട്ടുണ്ടാവാം, നിങ്ങളെ ഒരു ഇരയാക്കപ്പെടുത്തിയിട്ടുണ്ടാകാം, നിങ്ങളെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടാകാം. അതെല്ലാം ആ ഒരു പേഴ്സൺ ചിന്തിക്കേണ്ടി വരുന്ന ഒരു എനർജിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും